ആ ഒരു ലെവലിൽ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കഴിഞ്ഞ തവണ UDF ആണല്ലോ ജയിച്ചത്. അതുകൊണ്ട് വീണ്ടും അതാവാനുള്ളൊരു സാധ്യത ഉണ്ട്. ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും ഉണ്ടാകും. കേന്ദ്രത്തിൽ BJP മത്സരിക്കുന്നു, ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്നു, ഇപ്പോൾ സിറ്റിംഗ് MP എന്നുള്ള ലെവലിൽ നമ്മുടെ ഇപ്പോൾ ഒരു പാർട്ടിയുടെ വയസ്സല്ല. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണ UDF ആണ് വിജയിച്ചത്. അപ്പം അത് അങ്ങനെ ഒരു ചാൻസ് വരാനുള്ളൊരു ചാൻസാണ് ഉള്ളത്. ഇവിടുത്തെ ലോക്സഭാ ഇലക്ഷനിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ആര് വിജയിക്കാനാണ് കൂടുതൽ സാധ്യത? ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ 3 പേര് നിൽപ്പുണ്ട്. എന്തായാലും കഴിഞ്ഞ ജയിച്ച ആൾക്കാർ ജയിക്കാനാണ് സാധ്യത. ഇപ്പോൾ കേന്ദ്രമന്ത്രിയൊക്കെ വന്ന് മത്സരിക്കുകയാണല്ലോ, അപ്പോൾ അതിനൊരു തലം മാറിയില്ലേ? അതുകൊണ്ട് കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ജയിക്കണമെന്നില്ലല്ലോ. എന്നാലും മൊത്തത്തിലുള്ള അഭിപ്രായം പറഞ്ഞു, എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ബാക്കി എങ്ങനെയാണെന്ന് കണ്ടറിയണം. ഒന്നുമില്ല, സർക്കാരിനെതിരെയുള്ളൊരു ജനവിരുദ്ധ വികാരം പ്രകടനം ഉണ്ടാകും. UDFനും BJPക്കും ഒരുപോലെ സാധ്യത ഉണ്ടെന്നാണോ? ഇല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള അത്ര അവഹാദം എനിക്കില്ല. അതിനെപ്പറ്റി പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ ഒരു ഭരണവിരുദ്ധ വികാരം എന്തായാലും ഉണ്ടാവും. ഇപ്പം BJP ജയിക്കണമെന്നാണ് ആഗ്രഹം കണക്ക്. അതെ ഉണ്ട്, മുരളി ജയിക്കേണ്ട സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ജയിക്കണ ഇലക്ഷൻ എന്താണ് ഡേറ്റ്? ഇലക്ഷൻ ഇനി 2 മാസം. അതിനത് എന്തെങ്കിലും സംഭവിക്കുന്ന അറിഞ്ഞൂടാ. പക്ഷേ ഇന്ന് BJP വരാവും. മുരളീധരനൊക്കെ നേരിട്ട് വരും. അപ്പോൾ ഒരു ജയിക്കാൻ അത്ര സാധ്യത ഉണ്ട്. BJPയുടെ വർക്കൊക്കെ നല്ല വർക്കാണ്. പഴയതുകാലം നല്ല വർക്ക്. ഇപ്പൊ കേന്ദ്രമന്ത്രിയൊക്കെ വന്ന് മത്സരിക്കുകയാണല്ലോ. അപ്പൊ എന്താ ഒരു ത്രികോണ മത്സരം തന്നെ ഉണ്ടാവുന്നതാണോ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ ജോയ് ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? കുഴപ്പം, അവരെ ഭരണം കുഴപ്പമില്ലാത്തതുകൊണ്ട്. കേന്ദ്രത്തിൽ എന്താ ചെയ്യണം? കേന്ദ്രത്തിൽ BJP അവർക്കെതിരെ പ്രതിപക്ഷത്തിന് ഒരു ഐക്യമില്ലല്ലോ. അവർ മത്സരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് വേണം. എന്താണ് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നമുക്ക് അതൊക്കെ തന്നെയാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ബുദ്ധിമുട്ടാണ്, പെൻഷൻ പോലും നമുക്ക് കിട്ടാതെ വന്നു. അപ്പോൾ നമ്മൾ ഒരു മരുന്നിനോ ഒരു എല്ലാത്തിനാണ് ഈ പൈസയ്ക്ക് വേണ്ടി കൊടുക്കണം. കിട്ടും എന്നുള്ളത്. ഇപ്പോൾ 6-7 മാസം കൊണ്ട് നമുക്ക് പെൻഷനൊന്നും കിട്ടണില്ല. ഉമ്മൻചാണ്ടി സാർ ഇരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് പെൻഷൻ കിട്ടുമായിരുന്നു. അതൊക്കെ തന്നെ കാര്യങ്ങൾ. ജയിക്കണമെന്ന് പറയാൻ പറ്റൂല. പക്ഷെ എന്നിരുന്നാലും ശക്തമായ ഒരു പോരാട്ടം നടക്കും. ഉണ്ടാവും. ആരും മോശക്കാരല്ലല്ലോ. അവരുടേതായ ശക്തി പ്രകടിപ്പിക്കാൻ വ്യക്തിപരമായിട്ട് ജോയിക്ക് ശകലം ആ മേഖലയിൽ കുറേ വ്യക്തിബന്ധങ്ങളും കുറേ സ്വാധീനങ്ങളും ഉണ്ട്. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലം എന്നുള്ള നിലയ്ക്ക് എന്തും സംഭവിക്കാം. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.